കമൻസ് വരുന്നത് കൊണ്ട് ഞാനിനി വീഡിയോ ചെയ്യുന്നില്ല എന്ന്. അങ്ങനെയുള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളത് കണ്ടിട്ട് ഒരിക്കലും തളർന്നു പോകരുത്. എനിക്കങ്ങനെ ഒത്തിരി ബാഡ് കമൻസ് വന്നപ്പോൾ എനിക്ക് സങ്കടം കരച്ചിൽ വന്നിട്ട് ഞാൻ മക്കളോട് ഇങ്ങനെ പറയും, ഇങ്ങനെ ബാഡ് കമൻസ് ഒക്കെ വരുന്നുണ്ട്, ഞാനിനി വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവർ പറയും, അങ്ങനെ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ തളർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും എവിടെ എത്താൻ കഴിയില്ല. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പലതും ഉണ്ടാവും. ഓരോരോ ബാഡ് കമൻസും അത് നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള ഓരോരു ചവിട്ടുപടിയാണ്. അങ്ങനെ പറയും. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ക്ഷമിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ മക്കളാണ്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്താണെന്നെങ്കിൽ അവരെ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ എന്നോട്. എന്തുകൊണ്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ അവർക്ക് വേണ്ടുന്ന വിധം ഫുഡ് എടുത്തു കൊടുത്തിട്ടില്ലേ തന്നെ അവർ പറയും, എടുത്തു തരണ്ട, നമ്മളെടുത്ത് കഴിച്ചോളും, അമ്മ വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ എടുത്തോ, അല്ലെങ്കിൽ ലൈവ് ചെയ്യുന്നുണ്ട് ചെയ്തോ. പിന്നെ ഞാൻ എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം അവരോട് ചോദിക്കും, ഈ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവുമോ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ ഇതുണ്ട്, മോശമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും, ഇല്ലമ്മ ഇതിട്ടോ, ഇത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, അങ്ങനെ പറയും. പിന്നെ നമ്മളിപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരോട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവർ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കും. മൂത്ത മോളാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓളെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഭയങ്കര മോട്ടിവേഷനാണ്, മോട്ടിവേറ്റ് ചെയ്യും, നന്നായി മോട്ടിവേറ്റ് ചെയ്യും. തളർന്നു പോറ് അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ ആദ്യമാണ് തന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലെല്ലാം ആദ്യമാണ് പലപ്പോഴും. നമുക്കൊന്നും അറിയില്ല, ABCD അറിയില്ല, പക്ഷേങ്കിൽ ആദ്യമാണ് പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരിക, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള. നമ്മുടെ വീഡിയോയിൽ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും, എന്നാലും ഇപ്പോൾ ഉള്ള ആ ഒരു ഇതിലേക്കെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മോളെ ഹെൽപ്പ് ഉണ്ടാകുന്നു. പിന്നെ ഞാൻ കുറേ എൻ്റെതായ ഇതിലും കാര്യങ്ങൾ ചെയ്യും അങ്ങനെയുള്ള. പിന്നെ പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ ബാഡ് കമൻസ് വരുമ്പോൾ നിർത്തണം എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നത്, ബാഡ് കമൻസ് വന്നിട്ട് നമ്മൾ തളർന്നു പോകരുത്. മറ്റുള്ളവർ നമ്മളെ തളർത്താനേ നോക്കൂ. ആ തളർത്താൻ വരുന്നവർ നമ്മളെ താഴ്ന്നു കാണണമെന്ന് ചിന്തിക്കുന്നവർ മാത്രമാണ്. അപ്പം അതിൻ്റെ മുന്നിൽ പതറാതെ നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് ലക്ഷ്യം ഒന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.